തർക്കങ്ങൾ തുടരവേ താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. രാവിലെ 10 മണിക്കാണ് യോഗം തുടങ്ങിയത്. നടി അൻസിബ ഹസൻ ലക്ഷ്മിപ്രിയക്കെതിരെയും ടിനി ടോമിനെതിരെയും പോലീസിൽ നൽകിയ പരാതികളും സംഘടനയുടെ ഓഫീസ് ജീവനക്കാരി അതുല്യ നൽകിയ പരാതിയും യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ്. AT അശ്വതിയുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. അശ്വതി, ഈ രാവിലെ തുടങ്ങിയ യോഗമാണ്, അത് ഇപ്പോഴും തുടരുകയാണോ? പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഈ അതിൻ്റെ അമ്മ സംഘടനയിലെ ഉള്ളിലുള്ള ആളുകൾ തമ്മിലുള്ള പരാതികളും ഒക്കെ, അത് പോലീസ് സ്റ്റേഷൻ വരെ എത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള തർക്കങ്ങളും ഒപ്പം ജീവനക്കാരി അതുല്യ നൽകിയ പരാതിയൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതൊക്കെ തന്നെയാണോ പ്രധാന ചർച്ചയായി വരുന്നത്? ഇതിൽ അമ്മ സംഘടനയുടെ യോഗം, എക്സിക്യൂട്ടീവ് യോഗം ഇപ്പോഴും തുടരുകയാണ്. കൊച്ചിയിൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ അമ്മ ഓഫീസിലാണെങ്കിൽ ചൂട് പിടിച്ച ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് അമ്മ സംഘടനാ ഭാരവാഹികൾ അറിയിക്കുന്നത് 21-ാം തീയതിയുള്ള ജനറൽ ബോഡി മീറ്റിംഗിന് മുന്നോടിയായിട്ട് അതിന്റെ അജണ്ട സെറ്റ് ചെയ്യുക എന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ചേർന്നിരിക്കുന്നത് എന്നാണ് ഭാരവാഹികൾ അറിയിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇത്രയധികം അമ്മ സംഘടനയുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരികയും ജനങ്ങൾക്ക് മുൻപിൽ വരികയും ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ ഇന്നത്തെ ചർച്ചയിലുണ്ട്. അതിൽ അൻസിബ പ്രധാനമായും ടിനി ടോമിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിലും മറ്റും ഒരു പ്രത്യേക സമിതി വേണമെന്ന ഒരു ആവശ്യം അൻസിബ ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ അൻസിബ ഇതുവരെ പിന്നോട്ട് പോയിട്ടില്ല. മാത്രമല്ല, അമ്മയിൽ അൻസിബയോട് മൊഴി കൊടുക്കാനായിട്ട്, അതായത് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് അൻസിബയെ വിളിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. അതിന്റെ കാലാവധി കഴിഞ്ഞ ദിവസം തീരുകയായിരുന്നു. പക്ഷേ അൻസിബ ഇതുവരെ എത്തിയിട്ടുമില്ല. ഇങ്ങനെ മാത്രമല്ല, ഇതിൽ പോലീസ് കേസായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അൻസിബയെയും ഒപ്പം തന്നെ ലക്ഷ്മിപ്രിയനെയും തൃക്കാക്കര ACP വിളിച്ചു വരുത്തുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇത് ഒക്കെ നിലനിൽക്കുന്ന ഈ ഒരു സമയത്താണ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഇവിടെ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ എക്സിക്യൂട്ടീവ് മീറ്റിംഗിലെ അംഗങ്ങളോട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളോട് മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്നൊരു നിർദ്ദേശം അമ്മ സംഘടന നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഇത് അവസാനിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായിട്ടെങ്കിലും പ്രസിഡന്റ് എങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 21-ാം തീയതിയാണ് ജനറൽ ബോഡി ചേരുന്നത്. ഇതിൽ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഈ അംഗങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളൊക്കെ എടുക്കണമെങ്കിൽ അതിന് ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത് സ്വാഭാവികമായിട്ടും ജനറൽ ബോഡി ആയിരിക്കും. എന്തായാലും ജനറൽ ബോഡിയിൽ എന്തൊക്കെ ചർച്ച ചെയ്യണമെന്ന കാര്യത്തിലാണ് ഇന്ന് പ്രധാനമായിട്ടും ഈ യോഗത്തിൽ ചർച്ചയുള്ളത്. മാത്രമല്ല, അജണ്ട സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ കൂടി ജനറൽ ബോഡിക്ക് മുന്നോടിയായിട്ട് മറ്റ് കാര്യങ്ങൾ കൂടി ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.